ഗുഡ് മോർണിംഗ്. അപ്പോൾ കാലത്ത് അമ്പലത്തിൽ പോക്കും എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് റൂമിലെത്തി. കാരണം 12 മണിക്ക് നമുക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം റൂം ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇനി വീണയും ബൊമ്മ ഉണ്ടാകുന്ന സ്ഥലത്ത് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. നമ്മൾ റീൽസ് കണ്ടാണ് അവിടെ വന്നത്. 2-3 ആൾക്കാരോട് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയാൻ പാടില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. റീൽസിൽ കാണുന്ന പോലെ ആയിരുന്നില്ല. കുറെ പേരിങ്ങനെ വീണ ഉണ്ടാക്കുന്നത് മാത്രം കാണാൻ വന്നിട്ട് അവരുടെ സമയം പോയി പണി നടക്കാത്തതുകൊണ്ട് തന്നെ അവരുള്ളിലേക്കുള്ള പെർമിഷൻസ് നിർത്തിയേക്കാണ്. ഇതേപോലെ തന്നെയാണ് ബൊമ്മ ഉണ്ടാക്കുന്ന സ്ഥലമെന്ന് ഇവർ തന്നെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. പകരം ഇന്നലെ നമുക്ക് കാണാൻ പറ്റാണ്ടിരുന്ന നമ്മുടെ പാലസിലോട്ടാണ് നമ്മൾ പോയത്. അപ്പൊ അവിടെ പോയിട്ട് കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം അകത്തോട്ട് കയറാൻ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 3 കുൽഫിയും വാങ്ങി വന്നു. എന്നിട്ട് ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറി. എന്നിട്ട് അതിനകത്തുള്ള എല്ലാം കണ്ടു നടക്കുകയായിരുന്നു നമ്മൾ. പക്ഷെ നമുക്ക് 3 പേർക്കും വീണയും ബൊമ്മ ഉണ്ടാകുന്ന സ്ഥലത്ത് പോകാൻ പറ്റാത്തതിന്റെ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ റീൽസ് കണ്ട് ഇച്ചിരി എക്സ്പെക്ടേഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഒട്ടുമിക്ക എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഓട്ടോ വിളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് ബോംബെ സ്വീറ്റ്സിലോട്ട് തന്നെ പോവാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.